നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് മൊബൈൽ ഫോൺ പലപ്പോഴും ഹീറ്റ് ആകാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പല ആളുകളും പറയാറുണ്ട്. മൊബൈൽ ഫോൺ അധിക സമയം ഹീറ്റ് ആകുന്നുണ്ട്, എങ്ങനെയാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കാമെന്ന് പല സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളറിയാതെ കുറേ ഇൻ്റർനെറ്റൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിന് നഷ്ടമാകും. അത് നമുക്ക് തടയാനും കൂടാതെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സാധാരണ നമുക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു സ്പീഡ് കുറച്ചുകൂടെ അധികം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനം നമുക്ക് സ്പീഡിൽ ആക്കാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ സെറ്റിങ്സാണ് പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിനകത്ത് നമുക്ക് എബൌട്ട് ഫോൺ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ബിൽഡ് നമ്പർ എന്ന് കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ MIUI വേർഷൻ എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഓപ്പോ മൊബൈൽ ഫോണിൽ സെറ്റിങ്സിൽ നമ്മൾ എബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വേർഷൻ എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന വേർഷൻ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 7 തവണ പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബിൽഡ് നമ്പറിലാണെങ്കിലും MIUI വേർഷനിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും 7 തവണ പ്രസ് ചെയ്യുമ്പം ഇവിടെ കാണാൻ സാധിക്കും ഓൾറെഡി ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾഡ് എന്ന് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളൊരു സെറ്റിങ്സ് ഉണ്ട്, അത് ഇതുപോലെ നമ്മൾ എനേബിൾ ചെയ്യണം. നിങ്ങൾ ഓൾറെഡി എനേബിൾ ചെയ്ത ആളാണെങ്കിൽ സെറ്റിങ്സിൽ അത് എനേബിൾഡ് എന്ന് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ മുകളിൽ സെർച്ച് ചെയ്യുമ്പം ഇവിടെ കാണാൻ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഇവിടെ മുകളിൽ ഈ ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കാനുണ്ടാകും, എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ കുറച്ച് താഴോട്ട് വരിക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആപ്സ് എന്നൊരു ഓപ്ഷൻ കാണും. ഇതിന് തൊട്ട് താഴെയായിട്ട് ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓഫ് ആയിരിക്കും, ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ സംഭവിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പുകൾ ഒരുപാട് വർക്ക് ചെയ്യും. കാരണം നമ്മൾ ഒരു സമയം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ഒരു ആപ്പ് പിന്നെ നമ്മളത് എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ അതങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ഇത്തരം ആപ്പുകളിലേക്കുള്ള എല്ലാ പ്രവർത്തനവും സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഫോൺ കൂടുതൽ വർക്ക് ചെയ്യുന്നത് തടയാനും അത് മൊബൈൽ ഫോൺ ഹീറ്റാകുന്നതും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആപ്പുകൾ അത്തരം ആപ്പുകളിലേക്കുള്ള ഡാറ്റ ബ്ലോക്ക് ചെയ്യുകയും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് വർദ്ധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെറ്റിങ്സാണ്. അതുപോലെ തന്നെ അതിന് കുറച്ച് മുകളിലോട്ട് വന്നാൽ ഇവിടെ ഒരു 2-3 ഓപ്ഷൻ കൂടി കാണാം. വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ, ഇതുപോലെ സ്കെയിൽ 1 ലോ അല്ലെങ്കിൽ 1.5 ലോ ഒക്കെ ആണെങ്കിൽ വളരെ സ്ലോ ആയിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ വർക്കിംഗ്. അത് ഏറ്റവും മുകളിൽ കാണുന്ന ആനിമേഷൻസ് ഓഫ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ സെറ്റിങ്സ് ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്നുള്ളതും ഓഫാക്കി കൊടുക്കുക. മൂന്നാമത്തെ ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ എന്നുള്ള ഭാഗത്തും അതുപോലെ തന്നെ നിങ്ങൾ ഓഫ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ 3 സെറ്റിങ്സ് നിങ്ങൾ ഇത്തരത്തിൽ ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്പുകളിലേക്കുള്ള ഡാറ്റയും ബാറ്ററിയും സ്റ്റോപ്പ് ചെയ്യും, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹീറ്റാകുന്ന തടയുകയൊക്കെ ചെയ്യുകയും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനം കൂടുതൽ സ്പീഡാക്കുന്നതിന് വേണ്ടി സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കുക. തീർച്ചയായിട്ടും മൊബൈൽ ഫോണുള്ള ആളുകളൊക്കെ ചെയ്തു വെക്കേണ്ട സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.